അപ്പം നല്ലൊരു ഉരുളൻകിഴങ്ങ് കറിയുടെ റെസിപ്പിയാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അതിനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ ഞാനൊരു 3 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്, 2 സവാള എടുത്തിട്ടുണ്ട്, പച്ചമുളക്, പിന്നെ തക്കാളി, ഇതെല്ലാം കൂടെ എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ കുക്കർ അടുപ്പിൽ വെച്ചു. അത് കഴിഞ്ഞ് ഇത് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിടണം. ഉപ്പും ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മാത്രം മതി. അടുത്തത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി, കൂടുതലാവരുത്, 2 സ്പൂൺ വല്ല ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഒരു കൊത്തൽ മല്ലിയുടെ ഒരു ചെവ ഉണ്ടാവും. അപ്പം സൂക്ഷിച്ച് വേണം നമ്മൾ എടുക്കുന്ന ഉരുളൻകിഴങ്ങിൻ്റെയും സവാളയുടെ ഒക്കെ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം നമ്മൾ ഈ പൊടികൾ ചേർക്കാനായിട്ട്. ആവശ്യമായിട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് 1-2 വിസിൽ കേൾപ്പിക്കുക. അപ്പം ഒരു വിസിലടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ മൂടി തുറന്നു. എന്നിട്ട് കാണുന്ന ടെക്സ്ചറാണിത്. അപ്പോൾ ഇത് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലൊരു തവി, ഇതുപോലൊരു തവി എടുക്കുക. നല്ലപോലെ ഉരുളൻകിഴങ്ങ് ഇങ്ങനെ ഉടയ്ക്കണം. കണ്ടല്ലോ, പകുതിയോളം ഉടച്ച് നല്ല ഒരു ഗ്രേവി ആയിട്ട് എടുക്കണം. അത് കുറച്ച് കറിവേപ്പില ഇങ്ങനെ തൂക്കിയിട്ട് നമ്മുടെ ആവശ്യത്തിന് വെള്ളം നമ്മുടെ ഉപയോഗം നമുക്കറിയാമല്ലോ. അപ്പോൾ അതിനനുസരിച്ചുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് അത് കറിയാക്കി എടുക്കാം. സാധാരണ ഇത് ദോശയ്ക്കായാലും അപ്പത്തിനായാലും ഇടിയപ്പത്തിനായാലും ചപ്പാത്തിക്കായാലും ഏതിന് വേണമെങ്കിലും ഉപയോഗിക്കാം. ചപ്പാത്തിക്കൊക്കെ ഈ ഒരു പരുവായിരിക്കും നല്ലത്. പക്ഷെ ദോശയ്ക്കാവുമ്പോഴത്തേക്ക് ഒത്തിരിയും കൂടെ ഒന്ന് വെള്ളം ചേർക്കുകയോ അല്ലെങ്കിൽ ശകലം തേങ്ങാപ്പാലുണ്ടല്ലോ, അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ലാനലായിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് കാണിച്ചു തരാം. കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടാൻ. ഇപ്പം നമുക്ക് എന്തെങ്കിലും അസുഖമുള്ളവരാണെങ്കിൽ ഇത് ചെയ്യണ്ട, ഇതങ്ങ് സ്കിപ്പ് ചെയ്തേക്കണം. കാര്യം ഇത് ടേസ്റ്റ് കൂടാൻ മാത്രം ഓപ്ഷണലാണ് ഈ ഒരു തേങ്ങാപ്പാലെന്ന് പറയുന്നത്. ഈ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കണ്ടോ, ചെറിയ ഇതേ ഉള്ളൂ, അതിൻ്റെ ആ കളറും ആ ടെക്സ്ചറും മാറിയുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പം ഇത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നോക്കി ഉണ്ടാക്കി ഉരുളൻകിഴങ്ങ് കറിയും ദോശയായിട്ട് എങ്ങനെ ഉണ്ടോ നോക്ക്.